പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരിടമാണ് ആമസോൺ മഴക്കാടുകൾ. മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന ആമസോൺ മഴക്കാടുകളിലേക്ക് മനസ്സുകൊണ്ടെങ്കിലും യാത്ര പോകാൻ കൊതിക്കാത്തവർ ഉണ്ടാകില്ല. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ആമസോണിൻ്റെ 2/3 പ്രദേശങ്ങളും ബ്രസീലിലാണുള്ളത്. കൊളംബിയ, ബൊളോവിയ, പെറു, സുറിനാമ, ഇക്വഡോർ, വെനസ്വേല, ഫ്രഞ്ച് ഗയാന, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലായി ആമസോൺ സ്ഥിതി ചെയ്യുന്നു. സൗത്ത് അമേരിക്കയുടെ മൊത്തം ഭൂപ്രദേശത്തിൻ്റെ 40% ആമസോൺ മഴക്കാടുകളാണ്. വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഇരട്ടിയോളം വരും. ഈ ഉഷ്ണമേഖല മഴക്കാടുകളുടെ നിഗൂഢതകളെ ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർക്കായിട്ടില്ല. വൃക്ഷങ്ങൾ, ശലഭങ്ങൾ, നദി, ആമസോണിലെ എല്ലാം തന്നെ പ്രകൃതിയുടെ മായാജാലമാണെന്ന് തോന്നിപ്പോകും. കാഴ്ചക്കാരിൽ ഒരേ സമയം അത്ഭുതവും ഭയവും നിറയ്ക്കുന്നതാണ് ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല മഴക്കാടായ ആമസോൺ മനുഷ്യരാശിക്ക് ലഭിച്ച വലിയ ഒരു ജൈവ സമ്പത്ത് തന്നെയാണ്. കാടിൻ്റെ അടിത്തട്ട് കറുത്തിരുണ്ടാണ് കാണപ്പെടുന്നത്. 1% മാത്രം സൂര്യപ്രകാശം അടിത്തട്ടിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ. നല്ലൊരു മഴ പെയ്താൽ പോലും 10 മിനിറ്റ് സമയമെടുക്കും താഴെ എത്താൻ. ഭൂമിയിലെ ആകെ മഴക്കാടുകളുടെ പകുതിയിലധികം വരും ആമസോൺ. നിരവധി ജീവികളുടെ വാസസ്ഥലം കൂടിയാണ് ഇവിടം. 40,000-ഓളം വരുന്ന വ്യത്യസ്ത തരം സസ്യജാലങ്ങൾ, 3000 ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ, 1300 തരം പക്ഷികൾ, 25 ലക്ഷം പ്രാണിവർഗങ്ങൾ, ഇത്തരത്തിൽ വൈവിധ്യങ്ങളുടെ കലവറയാണ് ആമസോൺ. ലോകത്തെ ആകെ ജൈവ വൈവിധ്യത്തിൻ്റെ 10%-ലധികം ആമസോണിലാണ് കാണപ്പെടുന്നത്. 500 ഗോത്ര വിഭാഗങ്ങൾ കാടിനെ ആശ്രയിച്ച് കഴിയുന്നു. ഇതിൽ 50 ഗോത്ര വിഭാഗങ്ങൾ ഒരിക്കൽ പോലും പുറം ലോകവുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഹോളിവുഡ് സിനിമകളിൽ അത്ഭുതത്തോടെ നോക്കിക്കണ്ട അനാക്കോണ്ടകളുടെ താവളമാണ് ആമസോൺ കാടുകൾ. വിഷമല്ല, ശക്തിയാണ് അനാക്കോണ്ടകളെ അപകടകാരികളാക്കുന്ന ഘടകം. ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പുകളാണിവ. ഒറ്റയാന്മാരായ അനാക്കോണ്ടകൾ സൈലന്റ് കില്ലർമാർ കൂടിയാണ്. ആമസോൺ നദിയിൽ ശാന്തമായി സഞ്ചരിക്കുന്ന അനാക്കോണ്ടകൾ ഇരകൾ അടുത്തെത്തിയാൽ പിന്നെ കാത്തു നിൽക്കാറില്ല. ശക്തമായ പ്രഹരത്തിലൂടെ ഇരകളെ വരിഞ്ഞു മുറുക്കി കൊന്നതിന് ശേഷം അപ്പടി വിഴുങ്ങുകയാണ് പതിവ് രീതി. പച്ച അനാക്കോണ്ടകളാണ് ആമസോണിൻ്റെ പ്രത്യേകത. 30 അടി വരെ നീളമുള്ള ഇവയ്ക്ക് ഒരു ജിറാഫിൻ്റെ ഇരട്ടി വലിപ്പമുണ്ടാകും. ലോകത്തെ 2ാമത്തെ വലിയ നദി ഇവിടെയാണുള്ളത്. ഉൾക്കൊള്ളുന്ന ജലത്തിൻ്റെ അളവ് വെച്ച് ഏറ്റവും വലിയ നദിയായ നൈലിന് മുന്നിലാണ് ആമസോൺ നദി. മഹാനദികളായ നൈലും മിസിസിപ്പിയും യാങ്സും ഒന്നുചേർന്നാൽ പോലും ആമസോൺ നദിയുടെ ജലത്തിൻ്റെ അളവിനൊപ്പം എത്തില്ല. ഓരോ സെക്കൻഡിലും 2 ലക്ഷം ക്യൂബിക് മീറ്റർ ജലമാണ് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് ആമസോൺ നദിയിൽ നിന്നും ഒഴുകിയെത്തുന്നത്. ലോകത്തിലെ മുഴുവൻ നദികളിൽ നിന്നും സമുദ്രത്തിലെത്തുന്ന ജലത്തിൻ്റെ അളവെടുത്താൽ അതിൻ്റെ 16%-ഓളം വരും ആമസോണിലെ ജലത്തിൻ്റെ അളവ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീതടവും ആമസോണിയ തന്നെയാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ആമസോണിയ ഒഴുകുന്നത്. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നദി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടൊഴുകി പസഫിക് സമുദ്രത്തിലേക്കാണ് എത്തിയിരുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. ഏതാണ്ട് 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ആൻഡീസ് പർവ്വതനിരകൾ ഉയർന്നു വന്നപ്പോൾ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും ആമസോണിയ ഗതിമാറി ഒഴുകുകയുമാണ് ഉണ്ടായത്. അധികമൊന്നും ശ്രദ്ധിക്കാതെ പോയ ഒരു നദി കൂടി ആമസോണിലുണ്ട്, ഹംസ നദി. ആമസോൺ നദിയുടെ അതേ നീളവും 4 ഇരട്ടി വീതിയും ഉള്ളതായി പറയപ്പെടുന്ന ഹംസ നദി പ്രത്യക്ഷത്തിൽ കാണാനാവില്ല. ഭൂഗർഭ നദിയാണിത്. ആമസോണിയന് കീഴിലായി 4 മീറ്റർ മാറിയാണ് ഹംസ നദിയുടെ സ്ഥാനം. ടെക്നിക്കലായി നോക്കുമ്പോൾ നദി എന്ന് വിളിക്കാനാവില്ല എന്നതിനാൽ മാത്രം അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ പ്രാധാന്യം ലഭിക്കാതെ പോയതാണ്. 2011 ഇക്കാര്യം സ്ഥിരീകരിച്ചത്. റിസർച്ച് ഗ്രൂപ്പിനെ നയിച്ച മലയാളി ശാസ്ത്രജ്ഞന്റെ പേരാണ് നദിക്ക് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്ടുകാരനായ VM ഹംസ ബ്രസീലിലെ സാവോപോളോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ബ്രസീലിയൻ നാഷണൽ ഒബ്സർവേറ്ററിയിൽ ജിയോഫിസിക്സ് പ്രൊഫസർമാരുടെ സ്ഥിരം ലിസ്റ്റിൽ അംഗം കൂടിയാണ് ഹംസ. വിചിത്രങ്ങളായ നിരവധി ജീവികളെ ആമസോൺ മഴക്കാടുകളിലും നദിയിലും കാണാനാവും. ഈലിനോട് സാമ്യം വരുന്ന മീൻ അപകടകാരിയാണ്. ഇലക്ട്രിക്കൽ ഈലിനെ ചവിട്ടിയാലുടൻ ശക്തമായ വൈദ്യുതി പ്രവാഹം സൃഷ്ടിക്കപ്പെടും. ഒരു സാധാരണ പ്ലഗ് പോയിന്റിൽ നിന്നുണ്ടാകുന്ന വൈദ്യുതിയുടെ 5 മടങ്ങാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു കുതിരയെ തൽക്ഷണം വീഴ്ത്താൻ ആവശ്യമായ വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യരെ വീഴ്ത്താൻ 3 ഷോക്ക് തന്നെ ധാരാളം. ഷോക്ക് കൊണ്ട് മാത്രമല്ല മരണം സംഭവിക്കുന്നത്.
തുടർന്നുണ്ടാകുന്ന തളർച്ചയും മുങ്ങിമരണവുമാണ് ജീവനെടുക്കുന്നത്. അപകടകാരികളായ 10 ആമസോൺ ജീവികളിൽ ഒന്നാണ് ഈ മത്സ്യം. പോയിസൺ ഡാർട്ട് ഫ്രോഗ്. കടുത്ത നിറമുള്ള അപൂർവ ഇനം തവളയാണിത്. കറുപ്പ്, മഞ്ഞ, ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങളിൽ കാണാനാവും. വാസസ്ഥലം അനുസരിച്ചാണ് തവളകളുടെ നിറം. തൊലിയിലെ ഗ്രന്ഥിയിൽ നിന്നാണ് വിഷം ഉൽപ്പാദിപ്പിക്കുന്നത്. വിഷം വലിയ അളവിൽ ശരീരത്തിൽ ചെന്നാൽ ഹൃദയാഘാതം സംഭവിക്കും. സ്വർണ്ണവർണ്ണമുള്ള ചെറിയ ഒരു ഡാർട്ട് തവള. അതിൻ്റെ വിഷത്തിന് 10 മുതിർന്ന മനുഷ്യരെ കൊല്ലാൻ ശേഷിയുണ്ട് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. സൗന്ദര്യത്തിൽ ഒളിപ്പിച്ച അപകടങ്ങളുമായി ആമസോൺ നമ്മെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വേട്ടയാടാനായി ഗോത്രവർഗക്കാർ അമ്പുകളിൽ തവളവിഷം പുരട്ടാറുണ്ട്. നാഷണൽ ജിയോഗ്രാഫിക് ലോകത്തിലെ ഏറ്റവും അപകടകാരി ജീവികളിൽ ഒന്നായി കണക്കാക്കുന്നത് കാഴ്ചയിൽ സുന്ദരന്മാരായ പോയിസൺ ഡാർട്ട് ഫ്രോഗുകളെയാണ്. തവളകളുടെ വിഷത്തിന്റെ കാരണം അജ്ഞാതമാണ്. അവ കഴിക്കുന്ന ഭക്ഷണമാവാം കാരണമെന്നും കരുതുന്നു. സമർത്ഥരായ വേട്ടക്കാരാണ് ആമസോൺ കാടുകളിലെ ജാഗ്വർ. മൂർച്ചയേറിയ പല്ലുകൾ മനുഷ്യരുടെ തലയോട്ടി വരെ തുളച്ചു കയറാൻ പര്യാപ്തവും. ഭൂമിയിലെ ശക്തരായ മൃഗങ്ങളിൽ ഒന്നാണിത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. പിരാന. ആമസോൺ കാടുകളിൽ കാണപ്പെടുന്ന ചുവന്ന വയറുള്ള റെഡ് ബെല്ലി പിരാനകളുടെ ഭക്ഷണം ചത്ത മൃഗങ്ങളാണ്. ശത്രുക്കളുടെ ഭീഷണി അതുമല്ലെങ്കിൽ ഭക്ഷണ ദൗർലഭ്യം ഈ സാഹചര്യങ്ങളിൽ മാത്രം ചുവന്ന വയറുള്ള പിരാനകൾ ജീവനുള്ളവയെ ആക്രമിക്കും. ഇവ മനുഷ്യരെയും വെറുതെ വിടാറില്ല. പിരാനകളുടെ ആക്രമണം സാധാരണഗതിയിൽ മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാക്കുന്നില്ല. എന്നാൽ കൈകാലുകൾക്ക് സാരമായ പരിക്കുകൾ ഉണ്ടാകും. പിരാനകളുടെ ആക്രമണത്തിൽ ചെറിയ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അപൂർവ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ അനാക്കോണ്ടകളെയും ഇവ ആക്രമിക്കും. സ്വന്തം വർഗത്തെയും ഇവ ഭക്ഷിക്കും. കൂർത്ത മൂർച്ചയേറിയ പല്ലുകളും ശക്തമായ താടിയെല്ലുമാണ് ഇവയുടെ ആയുധം. 5 മിനിറ്റ് കൊണ്ട് മനുഷ്യരുടെ കൈ തകർക്കാൻ കഴിവുള്ളതാണ് താടിയെല്ലുകൾ. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ പിരാനയുടെ പല്ല് തദ്ദേശീയരായ ആളുകൾ ഉപയോഗിക്കുന്നു എന്നറിയുമ്പോൾ ഈ മീനുകളുടെ കടിയുടെ ആഘാതം എത്രയെന്ന് മനസ്സിലാക്കാനാവും. സുതാര്യമായ ശരീരമാണ് അപൂർവ ജീവിയായ ഗ്ലാസ് തവളകളുടെ പ്രത്യേകത. ആന്തരിക അവയവങ്ങൾ കാണാനാവും. എന്നാൽ പരിമിതികളെ മറികടക്കാൻ പ്രകൃതി ഗ്ലാസ് തവളകൾക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ചുറ്റുപാടിന്റെ നിറം ആർജിക്കാൻ ഗ്ലാസ് തവളകൾക്ക് കഴിയും. ചില ഇനം ഉറുമ്പുകളെ ഇവ ആക്രമിക്കും. വിഷം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇവയ്ക്ക്. ഏറ്റവും അപകടകാരിയായ 3 സ്രാവ് ഇനങ്ങളിൽ ഒന്നാണ് ആമസോൺ നദിയിലെ ബുൾ ഷാർക്ക്. നദിയിലെ ചെളി നിറഞ്ഞ പ്രദേശത്ത് വസിക്കുന്നു. മത്സ്യം, പാമ്പ്, ഡോൾഫിൻ ഇവയെല്ലാം ബുൾ ഷാർക്ക് ആക്രമിക്കും. ഇവയെ പെട്ടെന്നൊന്നും കാണാനാവില്ല. അടുത്തെത്തുമ്പോൾ ആക്രമിക്കുമ്പോഴാവും സാന്നിധ്യം തിരിച്ചറിയുക. ബുൾ ഷാർക്കിന്റെ കടി മാരകമാണ്. കടിച്ച ശേഷം വെള്ളത്തിലേക്ക് വലിച്ചെറിയും. രക്തം വാർന്നോ മുങ്ങിയോ ഇര മരിക്കും. ആമസോണിലെ അത്യന്തം അപകടകാരികളിൽ ഒന്നാണ് ബ്ലാക്ക് കൈമാൻ. ആമസോണിയൻ തടത്തിൽ കാണപ്പെടുന്ന ചീങ്കണ്ണി. ശക്തമായ താടിയെല്ല് ഇരയെ ചതച്ചു കൊല്ലും. 6 മീറ്റർ വരെ നീളത്തിൽ വളരാനും 1360 കിലോ വരെ തൂക്കം വയ്ക്കാനും കഴിയുന്ന ജീവിയാണ് ബ്ലാക്ക് കൈമനുകൾ എന്നറിയുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും. വലിയ ബ്ലാക്ക് കൈമനുകൾ മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാക്കുന്നവയാണ്. ഭീമൻ പഴുതാര 30 സെന്റിമീറ്റർ വരെ വളരും. ചെറിയ പക്ഷികൾ, എലി, വവ്വാൽ, പല്ലി, പാമ്പ് എന്നിവയാണ് ഇരകൾ. ഇരയെ ചുറ്റുന്ന പഴുതാര അവയെ കൊന്ന ശേഷം ഭക്ഷിക്കും. ഭീമൻ പഴുതാരയുടെ കടിയേറ്റാൽ മനുഷ്യരിൽ കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരീരം മുഴുവൻ 23 സെഗ്മെന്റുകളായി കാണപ്പെടുന്നു. ശ്വസിക്കുന്നത് മൂക്കിലൂടെയല്ല, സെഗ്മെന്റുകളിലെ ചെറിയ ദ്വാരത്തിലൂടെയാണ്. വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ആമസോൺ മഴക്കാടുകളിലെ അപകടകാരിയായ ജീവിയാണ് ബുള്ളറ്റ് ആൻഡ്. വെടിയുണ്ട തറയ്ക്കുന്നത് പോലുള്ള വേദനയാണ് കടിച്ചാൽ ഉണ്ടാവുക. ഉറുമ്പിന്റെ പേരിന് പിന്നിലെ കാരണവും ഇതുതന്നെ. ഇതിന്റെ വിഷം ചെറുജീവികളെ കൊല്ലും. വലിയവയെ തളർത്തും. മനുഷ്യർക്ക് കടിയേറ്റിടം മരവിക്കും. പ്രാണികളിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ കുത്തലാണ് ബുള്ളറ്റ് ആൻഡിൻ്റേത്. ഉറുമ്പിന്റെ അടിവയറ്റിൽ ന്യൂറോടോക്സിൻ ഉള്ളതിനാലാണ് ഇതിന്റെ കടി ഇത്രത്തോളം മാരകമാകാനുള്ള കാരണം. വിചിത്രങ്ങളായ ഈ ജീവികളിലൂടെ അമൂല്യമായ തന്റെ ജൈവ കലവറയെ സംരക്ഷിക്കാനാവും പ്രകൃതി പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ആമസോണിലെ അപകടകാരികളിൽ പ്രധാനിയാണ് ഈ ചിലന്തി. മാരകമായ വിഷമുള്ള ഇവ രാത്രിയിൽ ഇര തേടി ഇറങ്ങും.
ചിലന്തിയുടെ കഠിന വിഷം മനുഷ്യർക്ക് ബാധിച്ചാൽ പക്ഷാഘാതം സംഭവിക്കും. ആമസോണിന്റെ വനസൗന്ദര്യം പറഞ്ഞാലും തീരുന്നതല്ല. മനുഷ്യരെക്കാൾ വലിപ്പമുണ്ട് നദിയിലെ പിങ്ക് ഡോൾഫിനുകൾക്ക്. ചർമ്മത്തിന് ഉപരിതലത്തിലുള്ള രക്തക്കുഴലുകളാവാം ഡോൾഫിനുകളുടെ പിങ്ക് നിറത്തിന്റെ കാരണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അമാനുഷിക ശക്തികളുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ കാരണം പിങ്ക് ഡോൾഫിനുകളെ തദ്ദേശീയർ വേട്ടയാടാറില്ല. നടക്കുന്ന മരങ്ങൾ. പേര് കേൾക്കുമ്പോൾ പല സങ്കല്പങ്ങളും മനസ്സിൽ വരുന്നത് സ്വാഭാവികം. എന്നാൽ വളരെ പതിയെയാണ് കാശാപോണ അഥവാ ഈന്തപ്പനകളുടെ ചലനം. നോക്കി നിന്നാൽ ഉടനടി കാണാൻ കഴിയുന്നതല്ല ഈ പ്രതിഭാസം. സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് മരത്തിന്റെ പുതിയ വേരുകൾ വളരും. പഴയ വേരുകൾ ഇല്ലാതാവുകയും പുതിയ വേരിലേക്ക് മരം മാറുകയും ചെയ്യും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ ചലനവും വളരെ പതുക്കെയാണ് സംഭവിക്കുക. അത്ഭുതപ്പെടുത്തുന്ന നിരവധി സസ്യങ്ങൾ ആമസോണിൽ കാണാനാവും. വിക്ടോറിയ ആമസോണിക്ക. ആമസോൺ വാട്ടർ ലില്ലി എന്നറിയപ്പെടുന്ന ജലസസ്യത്തിന്റെ ഇലയിൽ മുതിർന്ന ഒരു മനുഷ്യന് ഇരിക്കാനാവും. മനോഹരമാണ് ഇതിന്റെ പൂവ്. സൂര്യാസ്തമയ സമയത്ത് വിരിയാൻ തുടങ്ങുന്നവ 48 മണിക്കൂറിൽ പൂർണ്ണമായും വിരിയും. വേഗത്തിൽ തന്നെ നശിക്കുകയും ചെയ്യും. പെസ്റ്റലോഡിയോപ്സിസ് മൈക്രോസ്പോറ. ഫംഗൽ വിഭാഗത്തിൽപ്പെടുന്ന കൂണാണിത്. പ്ലാസ്റ്റിക്കിന് പരിഹാരമാണോ എന്നാണ് ശാസ്ത്രലോകം ഈ കൂണുകളെ നോക്കിക്കാണുന്നത്. യേൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പഠന ആവശ്യത്തിനായി ഇക്വഡോറിലെ ആമസോൺ കാടുകളിൽ എത്തിയപ്പോഴാണ് വലിയ പ്രതീക്ഷകൾ നൽകുന്ന കണ്ടെത്തൽ നടത്തിയത്. 60 സാമ്പിളുകളിൽ ഒന്ന് അവരെ അതിശയിപ്പിച്ചു. പ്ലാസ്റ്റിക്കിലെ പ്രധാന ഘടകം പോളിയൂറിത്തീനെ കൂണുകൾ ഭക്ഷണമാക്കുന്നു എന്നതാണ് സവിശേഷത. ഇവയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ വളരാനും നിലനിൽക്കാനും ആവും. തടികളിലും മറ്റും പറ്റിപ്പിടിച്ച് വളർന്ന കൂണുകൾ അവയെ വിഘടിപ്പിക്കുന്നത് പതിവാണ്. സമാന രീതിയിൽ പ്ലാസ്റ്റിക്കിനെ ഭക്ഷണമാക്കി വിഘടിപ്പിക്കും എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നു. കൂണുകളുടെ സഹായത്തോടെ പ്രാണവായു ഇല്ലാത്ത സമുദ്രങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ദ്രവിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ പരീക്ഷണം നടന്നു വരികയാണ്. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ആമസോണിനുള്ളത്. ലോകത്തിലെ 80% ഭക്ഷ്യവസ്തുക്കളുടെ ഉത്ഭവ സ്ഥലമാണ് ഇവിടം. 3000-ലധികം വരുന്ന ഫലവർഗ്ഗങ്ങൾ ഇവിടെ കാണാനാവും. അവയിൽ 200 ഇനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവ ഭക്ഷ്യയോഗ്യമാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ മരുന്നുകളുടെ 25%-ലധികം വരുന്നവയിൽ ആമസോണിയൻ ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. സവിശേഷത എന്തെന്ന് വെച്ചാൽ ആമസോണിൽ കാണപ്പെടുന്ന മൊത്തം ഔഷധ സസ്യങ്ങളുടെ 1% മാത്രമേ പഠനം നടന്നിട്ടുള്ളൂ എന്നതാണ്. ഇത്രത്തോളം വൈവിധ്യമുള്ള ആമസോണിന്റെ ശോഷണം ചിന്തിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതങ്ങളുടെ ആമസോണിനെ ആർത്തിയോടെയാണ് മനുഷ്യർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡിലും 137 സ്പീഷീസ് വംശനാശം നേരിടുകയാണ്. ഈ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ 40 വർഷത്തിനു ശേഷം എന്തെല്ലാം അവശേഷിക്കുമെന്ന കാര്യം പറയാനാവില്ല. സ്വന്തം നിലനിൽപ്പിനെ തന്നെ ആർത്തിമൂത്ത മനുഷ്യർ അപകടത്തിലാക്കുന്നു. 50 മില്യൺ വർഷങ്ങളായി നിലനിന്ന് പോരുന്നതാണ് ആമസോൺ മഴക്കാടുകൾ. 1960-കൾക്ക് മുൻപ് ഉൾവനത്തിലേക്ക് പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനം ഇല്ലായിരുന്നു. പിന്നീട് കൃഷിക്കുള്ള അനുവാദം നൽകി. അതോടെ ആമസോണിന്റെ ശോഷണവും ആരംഭിച്ചു. വനഭൂമിയിലേക്കുള്ള കടന്നുകയറ്റം, മൈനിങ്, കൃഷി, കാലി വളർത്തൽ എല്ലാം ഒത്തുചേർന്നതോടെ ആമസോണിന്റെ വനപ്രദേശം കുറയാൻ തുടങ്ങി. 2018-ലെ കണക്ക് പ്രകാരം 17% ആമസോൺ വനം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. സോയാബീൻ കൃഷിയും കാലി വളർത്തലും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമ്പോൾ ഭരണകൂടം എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുത്തു. ബ്രസീലാണ് ആമസോണിന് ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത്. ആമസോൺ മഴക്കാടിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന ട്രാൻസ് ആമസോണിയൻ ഹൈവേ പദ്ധതി മഴക്കാടിന്റെ തകർച്ചയ്ക്ക് വലിയൊരു കാരണം തന്നെയാണ്. ബ്രസീലിലെ ചില സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുക, ഒപ്പം തന്നെ കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളുമായി ഗതാഗതം സാധ്യമാക്കുക എന്നതാണ് 1972-ൽ ആരംഭിച്ച പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ന് ആമസോണിനെ പോലെ തന്നെ ഇവിടുത്തെ ഗോത്രവർഗവും നിലനിൽപ്പിനായി വല്ലാതെ കഷ്ടപ്പെടുന്നു. സ്വന്തമായി ഭാഷയും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നവരാണ് ആമസോണിലെ 50 ഗോത്രവർഗക്കാർ. തദ്ദേശീയരായ അമേരിന്ത്യൻ ഗോത്രങ്ങളിലുള്ളവർക്ക് കടന്നുകയറ്റക്കാരിൽ നിന്ന് തങ്ങളുടെ പ്രദേശങ്ങളെ സംരക്ഷിക്കാനായി ജീവൻ പോലും നൽകേണ്ടതായും വന്നു. വാസസ്ഥലം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൽ 2019-ൽ മാത്രം 10 മരണങ്ങളാണ് നടന്നത്. 7 ഗോത്ര നേതാക്കളടക്കമുള്ളവർ മരിച്ചു. 2019-ൽ 20 ദിവസം നിന്ന് കത്തിയ കാട്ടുതീ വലിയ ആശങ്കകളാണ്
പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഉണർത്തിയത്. ലോക താപനില കൂടുന്നത് 85% ആമസോൺ മഴക്കാടുകളെ നശിപ്പിക്കുമെന്നും ആശങ്കയുണ്ട്. എല്ലാ ആശങ്കകൾക്കും മീതെ പ്രതീക്ഷയോടെ ഒരു വിഭാഗം മനുഷ്യർ ആമസോണിന് വേണ്ടി ചെറുത്തുനിൽപ്പ് സാധ്യമാക്കുന്നു. ആമസോൺ മഴക്കാടുകളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ഒരു കൂട്ടം മനുഷ്യർ ഉണ്ട് എന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം.